എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇഡലി ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ ഞാൻ ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇഡലി പാത്രം വെച്ച് വെള്ളമൊക്കെ ആണെന്ന് വന്നുകൊണ്ടേ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് അപ്പുറത്തോട്ട് ചായയൊക്കെ ഉണ്ടാക്കാനും പാല് കാച്ചി പിള്ളേർക്ക് കൊടുക്കാനൊക്കെ ഉള്ളത് അതൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഡലി ഒന്ന് തണുത്ത് വന്നുകൊണ്ടേ അതൊന്ന് ഇളക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇഡലി ഉണ്ടാക്കിയുണ്ടെ പിന്നെ ദോശക്കയർ വേണമെന്ന് പറഞ്ഞ് അപ്പം ഇതിൻ്റെ കൂടെ ചമ്മന്തിയുണ്ട്, സാമ്പാറും ഉണ്ട്. അപ്പം എല്ലാവരും സാമ്പാർ കഴിച്ച് അവർക്ക് കഷ്ണങ്ങൾ വേണ്ട, അവധി കിടന്ന കഷ്ണങ്ങളെല്ലാം കൂടെ എടുത്ത് പിന്നെ ഞാനും കഴിച്ചു. പിന്നെ ഒരു ടൊമാറ്റോ ചട്നിയാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വെളുത്തുള്ളി എല്ലാം പൊളിച്ച് വെച്ചത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി കടുകും ഇച്ചിരി ജീരകം കൂടെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. എൻ്റെ ഫ്രഷ് കറിവേപ്പില ഇല്ലായിരുന്നു, ഞാൻ ഇച്ചിരി ഉണങ്ങിയ കറിവേപ്പില ഇട്ടേ. ഇതിലേക്ക് പിന്നെ നമ്മൾ അരിഞ്ഞ സാധനങ്ങളോട് ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വന്നോണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഈ അരിഞ്ഞ ടൊമാറ്റോയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ചട്നി അവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇരുമ്പമ്പുളി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പോയി, അത് ഇവിടങ്ങളിലുള്ളവർക്കൊന്നും അതിൻ്റെ വാല്യൂ അറിയത്തില്ല. അപ്പം കുറച്ച് പോയി പറിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ അതിലെ നല്ലതും പന്നലും ഞാനൊന്ന്, നല്ലതെന്ന് വെച്ചാൽ അതൊന്ന് ചതഞ്ഞ് കാണുമല്ലേ, അങ്ങനെയുള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് തിരഞ്ഞു വെക്കുവാണേ. അപ്പോൾ മീൻ ഇന്നലെ വെട്ടി വെച്ചായിരുന്നു, അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് നമുക്ക് കറി വയ്ക്കാം. ഞാൻ ഓയിലൊഴിച്ച് ഉലുവയും കടുവും ഇട്ടിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റാണ് ചേർത്തത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് ലൂസാക്കി, എന്നിട്ട് ഇതിലേക്ക് പുളിവെള്ളവും, പിന്നെ എൻ്റെ കൊതി കൊണ്ട് ഞാൻ ആ ഇരുമ്പമ്പുളിയിൽ നിന്ന് കുറച്ച് ഇരുമ്പമ്പുളി ഇട്ട് ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ഇട്ട് ഉലുവാപ്പൊടി ഇട്ട് ഉപ്പും ചേർത്തതിന് ശേഷം അരപ്പൊത് തിളച്ചെണ്ണ മീനൊക്കെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് അടച്ചു വെക്കാം. 15-20 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മീൻകറി റെഡിയാവും. ഇവിടെ ഇപ്പം നമ്മുടെ ടൊമാറ്റോയും റെഡിയായി. ഞാനിപ്പോൾ ലാസ്റ്റ് അതിൽ 1 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് ടൊമാറ്റോയും കൂട്ടി ചപ്പാത്തി വേണ്ടിയവർക്ക് ചപ്പാത്തി കൊടുത്തു. അതിനുശേഷം പിന്നെ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എന്നും മോരുകറി തിരിച്ചാണ് ചെയ്യുന്നത്. മോരൊന്ന് ചൂടായിട്ട് ലാസ്റ്റ് കടുക് വറക്കുക. ഇന്ന് ചെയ്യുന്നത് ചട്ടി വെച്ച് ഞാൻ ഓയിലൊഴിച്ച് ഇച്ചിരി കടുകും ജീരകവും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉടച്ച് തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിൽ നിന്ന് ഇങ്ങനെ ആവി പോലെ വരുന്നുടനെ, പുക പോലെ വരുന്നുടനെ നമ്മൾ ഞാൻ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവേ. അപ്പം മീൻ കറിയൊക്കെ ഒന്ന് വറ്റി വന്നായിരുന്നു. ഞാൻ അതിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.